അത്യുന്നതനും മഹാകാരുണ്യവാനും സർവശക്തനുമായ ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം ഇന്നും എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവകൃപ നമ്മൾ ഇത്രത്തോളം വഴി നടത്തി ഒരു പുതുദിനം കൂടെ കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. തിരുവചനത്തിൽ കൂടെ നാം ധ്യാനിക്കുന്ന ഓരോ വിഷയങ്ങളും നമ്മുടെ ആത്മാവിന് പുതുക്കവും ചൈതന്യവും വരുത്തുവാൻ ഇടയായിത്തീരും. അതിനായി നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവം തുടർന്ന് നമുക്ക് തിരുവെഴുത്തുകളുടെ ആഴങ്ങളും ഗഹനങ്ങളുമായ നമുക്കാവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ പകർന്നു തരുവാൻ കൃപ നൽകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് യാചിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യും. ഇവിടെ 105 സങ്കീർത്തനത്തിൽ പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിലെ ചില കാര്യങ്ങളും, തുടർന്ന് ഉൽപ്പത്തി പുസ്തകം അവസാനം 37 മുതലുള്ള അധ്യായങ്ങളിൽ പറയുന്ന യോസഫിൻ്റെ ജീവിതം ഇച്ചിരി വിശദമായി തന്നെ അവിടെ പറയുകയാണ്. യോസഫ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിഴലാണ് നമ്മൾ കണ്ടു. ഈ തൻ്റെ കഷ്ടത, താൻ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്ന യോസഫ്, പക്ഷെ ദൈവത്തിൻ്റെ വഴിയാണെന്ന് നമ്മൾ കണ്ട സ്വപ്നം, യോസഫ് കണ്ട സ്വപ്നത്തിലേക്ക് മനുഷ്യരാണെങ്കിൽ അതിനുവേണ്ടി കൂടുതൽ ലൗകികമായ കാര്യങ്ങളിൽ അധ്വാനം ചെയ്തേനെ. മനുഷ്യൻ ആ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇവിടെ കാണുന്നത് ദൈവത്തിൻ്റെ വഴി സവിശേഷമായ, ആർക്കും മനസ്സിലാകാത്ത എന്നാൽ വ്യക്തമായ പദ്ധതിയോടുകൂടിയുള്ള മുമ്പോട്ടുള്ള പ്രയാണമാണ് നമ്മൾ കാണുന്നത്. യോനാ പ്രവാചകൻ പണം കൂലി കൊടുത്ത് തർശീശിലേക്ക് പോയി നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ യോസഫ് ദൈവഹിതത്തിന് വേണ്ടി വിധേയപ്പെട്ടപ്പോൾ അവൻ മിസ്രൈമിലേക്ക് ഫ്രീ ആയിട്ടാണ് പോകുന്നത്. ഇസ്മായേലിയ കച്ചവടക്കാർ അവന് ചിലവൊക്കെ വഹിക്കുകയാണ്. ദാസനായിട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയിട്ടും കഷ്ടതകളും പീഡനങ്ങളുമാണ്. ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു. നമ്മളിവിടെ കാണുന്നത് 19 വാക്യം 105:19. അവർ അവൻ്റെ കാലുകളെ വിലങ്ങ് കൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. അതായത് ഉരുക്ക്, ശക്തമായ ശോധനയുടെ പ്രതിബിംബമാണ് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇരുമ്പ് ഒരു പ്രതീകാത്മകമായിട്ട് അവിടെ കാണാം. ഒരു ഇരുമ്പ് ഒരു തീച്ചൂളയിൽ കൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ അത് ഖനനം ചെയ്തെടുക്കുന്നു, ഉരുക്കിയെടുക്കുന്നു, നല്ല സ്റ്റീലാക്കുന്നു. എന്നാൽ തുടർന്ന് ഒരു ഇരുമ്പ് അത് പ്രയോജനമുള്ളതായിട്ട് മാറണമെങ്കിൽ വീണ്ടും തീയിൽ കൂടെ കടന്നു പോകണം. എങ്കിൽ മാത്രമേ അത് ആ ചൂടേറ്റ് അതിന്മേൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രൂപമാക്കി അതിനെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോഴും അത് പലപ്പോഴും തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എന്ന് സങ്കീർത്തനത്തിൻ്റെ ഒരു വാക്യമുണ്ട്. ഞങ്ങൾ പലപ്പോഴും തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. തീയിലും വെള്ളത്തിലും അത് നമ്മൾ ചിന്തിച്ചാൽ ആലയിൽ ചെന്ന് നോക്കി നമുക്ക് കാണാൻ പറ്റും. ഇരുമ്പൊക്കെ അടിച്ച് വർക്ക് ചെയ്യുന്ന, ഇന്നിപ്പോൾ എല്ലാം മെഷീനാണെങ്കിൽ പോലും ഈ ദൗത്യം അവിടെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് ചൂടാക്കും, പിന്നെ അത് വെള്ളത്തിൽ മുക്കുകയാണ്, അടിച്ചു വരുത്തുകയാണ്, പിന്നെ വെള്ളത്തിൽ മുക്കുകയാണ്, പിന്നെ ഈ തീയിൽ വെക്കുകയാണ്. ഇങ്ങനെ ആ പ്രോസസ്സ് ഇങ്ങനെ റൊട്ടീൻ അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അത് പരുവപ്പെടുന്നത് വരെ, അതതിൻ്റെ രൂപം സ്വീകരിക്കുന്നത് വരെ, അത് പെടുന്നത് വരെ ആ പ്രഹരം അതിന്മേൽ വന്നുകൊണ്ടേയിരിക്കും. എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സവിശേഷമായ ഒരു ഉപകരണമാക്കി അതിന് മാന്യമായിട്ട് അതിൻ്റെ ദൗത്യത്തിന് വേണ്ടി അതിനെ പൂർത്തീകരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇത് തന്നെ മനുഷ്യ ജീവിതങ്ങളിൽ ദൈവം ചെയ്തെടുക്കുന്നത്. നമ്മുടെ വിളി എത്രമാത്രം ഇതാണോ, നമ്മുടെ ആ ട്രയൽസും വളരെ ശക്തമായിരിക്കും, അല്ലേ? ലോകപ്രകാരമുള്ള ഔന്നത്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ അതിന് നേരിടുന്ന ഹാർഡ്ഷിപ്സ് എന്ന് പറഞ്ഞാൽ എക്സാമിൻസ് എല്ലാം വലുതാണ്. കൂടുതൽ നമ്മൾ അതിനു വേണ്ടി വ്യയം ചെയ്യേണ്ടി വരും, കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. എന്നതുപോലെ തന്നെ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുമ്പോൾ നമ്മുടെ വിളി എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ചില ട്രയൽസ് കൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. പക്ഷെ ഓരോന്നും കടന്നു പോകുമ്പോൾ ദൈവം നമ്മളെ പല പല പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കും. അതിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നത് ആർക്കും മായ്ക്കുവാനോ മായ്ച്ചു കളയുവാനോ പറ്റാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ അത് അങ്ങനെ അതിനെ ചേർത്ത് വയ്ക്കുവാൻ നമുക്കത് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരുടെ ആ ഇപ്പോൾ പൗലോസ് പുസ്തകമൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ കഷ്ടതയിലായിരുന്നത് നന്നായി, മറ്റുള്ളവരുടെ കഷ്ടതയിൽ ഞങ്ങൾ അവർക്ക് ആശ്വാസമാകേണ്ടതിനാണെന്നാണ് പറയുന്നത്.
അവർ കഷ്ടതയിൽ കൂടെ കടന്നുപോയപ്പോൾ അവർ പ്രാപിച്ച ആ ആശ്വാസവുമൊക്കെ മറ്റുള്ളവരുടെ കഷ്ടതയിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ പ്രാപ്തരാക്കി എന്നാണ് പറയുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ നേരിടുന്ന ഓരോന്നിനും ദൈവികമായ ഉദ്ദേശമുണ്ട്. വെറുതെയല്ല, വ്യർത്ഥമല്ല നമ്മുടെ പരീക്ഷകളും പരിശോധനകളും ഒന്നും. അതിലൊക്കെ പൂർണ്ണ ജയം ക്രിസ്തു നമുക്ക് തരും. കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നാം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ പട്ടിണി ആപത്തോ വാളോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നത് പോലെ വിശ്വാസം പറയും. ഇപ്പം എന്ത് പ്രതിസന്ധികളാണെങ്കിലും നമ്മളെ അതിൽ ജയത്തിൻ്റെ പാതയിലേക്ക് നടത്തുവാൻ ശക്തനായവൻ നമ്മളോടുകൂടെ ഉണ്ട്. അതാണ് യോസഫിൻ്റെ ജീവിതം നമ്മൾ ഉൽപ്പത്തി പുസ്തകങ്ങൾ വായിച്ച് നോക്കുമ്പോൾ അവിടെ ഓരോ സ്ഥലത്തും അടിക്കടി നമ്മൾ കാണുകയാണ്. ഓരോ സ്ഥലത്തിരുമ്പോഴും ഫറവോൻ്റെ വീട്ടിലെ പോത്തിഫറിൻ്റെ ഭവനത്തിലായിരുന്നു യഹോവ അവന് കൂടെ ഉണ്ടായിരുന്നു. തടവറയിലായിരുന്നപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുക യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം അവനോട് കൂടെയുണ്ടെന്ന് കൂടെ വാക്കുകൾ നമ്മളോട് കാണാനായിട്ട് പറ്റും. ദൈവം കൂടെയിരുന്നു, ദൈവം വിടുവിച്ചു, ദൈവം നടത്തി, ദൈവം അഭ്യസിപ്പിച്ചു എന്നൊക്കെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്നിട്ട് ആ പരിശോധനയൊക്കെ പൂർത്തിയായപ്പോൾ അതെന്ത് സംഭവിച്ചു? 20-ാമത്തെ വാക്യം, രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. ആ പരീക്ഷാ കാലഘട്ടം അല്ലെങ്കിൽ ആ എക്സാം ടീച്ചിങ് കാലഘട്ടം കഴിഞ്ഞു ജീവിതത്തിൻ്റെ. ഒരു വ്യക്തി പറഞ്ഞു, ഞാൻ വലിയ വലിയ യൂണിവേഴ്സിറ്റികളൊന്നും പോയിട്ടില്ല, പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ട്രയൽസ് പരിശോധനകളാകുന്ന യൂണിവേഴ്സിറ്റിയിൽ കൂടെ കടന്നുപോയി എന്ന് പറയുന്നു. പരിശോധനയാകുന്ന യൂണിവേഴ്സിറ്റി, അതാണ് ഏറ്റവും ട്രയൽസ് നമ്മുടെ ജീവിതത്തിൽ. അത് ഇപ്പോൾ ഇവിടെ പറയാം, രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. എന്നിട്ട് അവനെ സ്വതന്ത്രനാക്കിയിട്ട് അവന് കിട്ടിയ പദവി എന്താണ്? അടുത്ത് അവൻ്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളുവാനും അവൻ്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുവാനും തൻ്റെ ഭവനത്തിന് അവനെ കർത്താവായും തൻ്റെ സർവ്വസമ്പത്തിനും അധിപതിയായി നിയമിച്ചു. അവന് ബന്ധിക്കുവാനുള്ള അധികാരം കിട്ടുക. ബന്ധനസ്ഥനായിരുന്നവൻ ബന്ധിക്കുവാനുള്ള അധികാരം നേടുന്നവനാക്കി ദൈവം മാറ്റി. അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അവന് ആ ബന്ധനസ്ഥനായിരിക്കുന്നതിൻ്റെ വേദന അവനറിയാം. ബന്ധനസ്ഥനായിരിക്കുന്ന ഒരുവൻ്റെ ദുഃഖം, അവൻ നേടുന്ന പ്രതിബന്ധങ്ങൾ, പ്രശ്നങ്ങളെല്ലാം അവനറിയാം. ഒരു അധികാരിക്ക് ഏറ്റവും അവനും ഓരോ ഇതും മനസ്സിലാക്കണമെന്നാണ്. എനിക്കറിയാവുന്ന ഉന്നതമായ ഇതിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഉന്നതമായ ചില കമ്പനികൾ നല്ല സാക്ഷ്യം വഹിക്കുന്ന, നല്ല ഉന്നതമായ ഇത് വഹിക്കുന്ന, അവിടെ മക്കൾ ആ ചുമതല ഏറ്റെടുക്കുന്നതിലേക്ക് പിതാവ് എന്ത് ചെയ്തു? അവരുടെ തന്നെ കമ്പനിയിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ജോലിയിൽ നിന്നാണ് അവരെ വളർത്തിക്കൊണ്ട് വരുന്നത്. നേരിട്ട് അവരെ അവകാശിയാക്കി മാനേജറാക്കി അങ്ങനെ മാറ്റുകയല്ല ആ കമ്പനിയുടെ ഉടമ ചെയ്തത്. ആ കുട്ടികൾ, തൻ്റെ മക്കളെ ഏറ്റവും ലോയസ്റ്റ് ആ ഓക്യുപ്പേഷൻ, ആ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള ജോലി, ക്ലീനിങ് ആയിരിക്കാം, ബാത്റൂം ക്ലീനിങ്, അങ്ങനത്തെ ഓരോ പദവിയിൽ നിന്ന് കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ട് വന്നു. അവസാനം ആ ഉന്നത പദവിയിലെത്തുമ്പോൾ അവർക്കറിയാം ഒരു താഴെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വേദനയും അതെങ്ങനെയാണ് ആ ജോലി, അതെങ്ങനെയായിരിക്കണം ക്രമീകരിക്കേണ്ടത്, എല്ലാം അത് പഠിക്കുകയാണ്. ഇതൊന്നും അറിയാതെ നേരിട്ട് ആ പദവിയിലെത്തിയാൽ പ്രശോഭിക്കാൻ സാധിക്കുകയില്ല. കാരണം അവർ മറ്റുള്ളവരെ മനസ്സിലാകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ കാണുകയാണ്, ഏതൊരു അവസ്ഥയിൽ കൂടെ കടന്നുപോയോ അതേ അധികാരത്തിലേക്ക് യോസഫിനെ ദൈവം നടത്തുകയാണ്. തൻ്റെ ഭവനത്തിന് അവന് കർത്താവായും തൻ്റെ സർവ്വസമ്പത്തിനും അവകാശിയല്ലേ അധിപതിയാക്കി തീർക്കുകയും ചെയ്യുമെന്ന് പറയുന്നത്. എല്ലാം ഇഷ്ടം പോലെ ചെയ്യുവാൻ യോസഫിന്. അപ്പോൾ യോസഫ് അത് മിസ്യൂസ് ചെയ്യത്തില്ല. അതാണ് ഏൽപ്പിക്കാൻ കാരണം. മിസ്യൂസ് ചെയ്യാത്തവരുമാണ്. നമുക്കൊരു കാര്യം ഏൽപ്പിച്ച് നമ്മൾ മിസ്യൂസ് ചെയ്യുകയോ ദുർവ്യയം ചെയ്യുമോ ആ ദൈവം നമ്മൾ പരിശോധിക്കും. ഇല്ല എന്ന് കാണുമ്പോഴാണ് ദൈവം നമുക്ക് ആ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതായ അതിലേക്ക് ദൈവം നമ്മളെ നിയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ അറിയുകയാണ്, അപ്പോൾ ഇസ്രായേൽ മിസ്രയീമിലേക്ക് ചെന്നു, യാക്കോബ് ഹാമിൻ്റെ ദേശത്ത് വന്ന് പാർത്തു. ഹാമിൻ്റെ ദേശം, ഹാം നോഹയുടെ പുത്രനാണ്. ആ ഹാമിൻ്റെ ദേശം അവരാണ് അവിടെ ചെന്ന് പാർത്തിരുന്നത് എന്ന് അവിടെ പറയുകയാണ്. അവിടെ ചെന്ന് പാർക്കുകയാണ്. ഗോർഷൻ ദേശത്താണ് ഇസ്രായേൽ ജനത്തിന്, ആ ഒരു ചെറിയ കൂട്ടത്തിന് യോസഫ് മുഖാന്തരം അവർക്ക് പാർക്കാനായിട്ട് ഫറവോൻ സ്ഥലം കൊടുക്കുന്നത് ഗോഷൻ ദേശമാണ്. പക്ഷെ അവർ ഗോഷൻ ദേശത്ത് പാർക്കേണ്ടവരല്ല. അതൊരു താൽക്കാലികമാണ്. 400 വർഷം അവിടെ അവരുടെ തലമുറകൾ താമസിച്ചുവെങ്കിലും
അതല്ല അവരുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അവരുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കനാനാണ്, സ്വർഗീയ കനാൻ. ആ കനാനിലേക്ക് വരികയാണ് അവരുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, എത്ര നാൾ കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളവിടെ കാണുന്നുണ്ട്, ഈ യോസഫിനെ കാരാഗ്രഹത്തിൽ നിന്നും വിടർത്തി ഈ സരപ്പിളിയൊക്കെ, നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ച് സ്വർണ്ണ സരപ്പിളിയൊക്കെ ഇട്ട് രാജാവിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ഇതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ അത് തന്നെയാണ്. ഇവിടെ ഈ ഭൂമിയിൽ നിന്നെയില്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നൊരു സങ്കീർത്തനമാണ്. 73-ാം സങ്കീർത്തനമാണ്. 24 മുതൽ വാക്യങ്ങൾ പറയണം. നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നെയില്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നിൻ്റെ ആലോചനയിൽ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ ചേർത്തുകൊള്ളും, മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും, ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക്. ഇവിടെ ഭൂമിയിൽ നമ്മളെ ദൈവം വഴി നടത്തിയിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. അവിടെ എത്തുകയാണ്, ദൈവസാന്നിധ്യത്തിലെത്തുകയാണ്. അപ്പോൾ ഇസ്രായേലിലേക്ക് ചെന്നു, യാക്കോബ് ഹാമിൻ്റെ ദേശത്ത് വന്ന് പാർ. ദൈവം തൻ്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളെക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു. ഇത് പുറപ്പാട് ദിവസം നമ്മൾ കാണുന്നുണ്ട്. ഫറവോനും, അപ്പോൾ പഴയ ഫറവോനല്ല, യോസഫിൻ്റെ കാലത്തുണ്ടായിരുന്ന ഫറവോനല്ല. ഫറവോൻ എന്ന് പറയുന്ന ഒരു കിങ്ഷിപ്പ്, ഒരു രാജപദവിയുടെ ഒരു നെയിമാണ്. എന്നാൽ ഫറവോ ഫസ്റ്റ്, ഫറവോ സെക്കൻഡ്, അങ്ങനെ പല പേരുകൾ, അവരുടെ പേരുകൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ യോസഫിനെ അറിയാത്ത ഒരു വ്യക്തി മിസ്രൈമിൽ രാജാവായി ഫറവോൻ്റെ അധികാരത്തിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഇവർ പെരുകി ഇവർ തങ്ങളെ വിട്ട് പോകുമെന്നുള്ള ആശങ്ക അവർക്ക് ജനിക്കുകയാണ്. പെരുകിയാൽ എങ്ങനെ വിട്ടുപോകുന്നു? ഇവരെ അടിമപ്പെടുത്തുമെന്നല്ല, ഇവരവർ വിട്ടുപോകുമെന്ന് അവർക്ക് തോന്നുന്നത്. കാരണം വിട്ടുപോയാൽ അവരുടെ ലാഭമെല്ലാം പോകും. അതുകൊണ്ട് അവരുടെ പുരുഷപ്രജകളെയൊക്കെ കൊന്നുകളയുവാനായിട്ടൊക്കെ കൽപ്പന കൊടുക്കാൻ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ജനന നിയന്ത്രണം, അവരുടെ വംശത്തെ വർധനവിനെ നിർത്തലാക്കുവാണ്ടൊക്കെ സൂതികർമ്മിണികളൊക്കെ ചട്ടം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ നിന്നും രക്ഷപ്പെട്ടാണ് മോശ എന്ന ദൈവപുരുഷൻ അവിടുന്ന് വരുന്നത്. അത് മറ്റൊരു ചരിത്രമാണ്. അപ്പോൾ ഇവിടെ അവർ ഭയക്കുകയാണ്, ഇവർ വിട്ടുപോയാൽ ഞങ്ങൾക്കെന്ത് സംഭവിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു ദൈവജനത്തെ, അവർ ഫീബിളായിരിക്കുക, അവർ കാഴ്ചയിൽ, പക്ഷെ അവർ ശക്തനാണ്. അവരുടെ ശക്തിക്ക് കാരണം യഹൂദാ ഗോത്രത്തിലെ സിംഹമായവൻ അവരോട് കൂടെയുണ്ടെന്നുള്ളതാണ്. സർവശക്തനായ ദൈവം നമ്മുടെ ബലമാണെങ്കിൽ ഒന്നിനെ നമുക്ക് ഭയക്കേണ്ടതില്ല. ദൈവം മുമ്പിൽ ഒന്നുമില്ല, ഒരു പ്രതിബന്ധങ്ങളും ഒന്നുമില്ല. വല്ലവന് പുല്ലും ആയുധമെന്ന് പറയുന്ന പോലെ ദൈവത്തിന് ഏതൊരു സാഹചര്യത്തെയും നമുക്ക് അനുകൂലമായിട്ടും അല്ല, നമുക്ക് പ്രതികൂലമാകേണ്ടത് പ്രതികൂലമാക്കിയും എല്ലാം ദൈവം നമ്മളെ നടത്താൻ ശക്തനാണ്. ദൈവ ഇഷ്ടത്തിന്, ദൈവഹിതത്തിന് നമ്മളെ അർപ്പണം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതം തിരിഞ്ഞു നോക്കി നമുക്ക് തന്നെ അതിശയമായിട്ട് മാറും. ദാവീദ് തന്നെ പറയുന്നത്, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു എന്ന്. അത് നമുക്കതിന് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരുകളിലെല്ലാം നമ്മോട് കൂടി ദൈവം വഴി നടത്തിയ അത്ഭുതങ്ങൾ കൊണ്ട് നമ്മളെ നിറയ്ക്കും. നമ്മളെ ദൈവത്തിന് നമുക്ക് വിട്ടുകൊടുക്കാം. അത്ഭുതങ്ങളുടെ ദൈവം, രാജാതിരാജാവ്, അവിടുത്തെ സർവശക്തിയിൽ, സർവജ്ഞാനത്തിൽ നമ്മളെ നടത്തുവാൻ ദൈവടിയാക്കി തീർക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, മനോഹരമായ സമയത്തിന് ഞങ്ങളെ സ്തുതിക്കുന്നു. തിരുവെഴുത്തുകൾ ധ്യാനിക്കും തോറും അതിലടങ്ങിയിരിക്കുന്ന ആത്മീയ സത്യങ്ങൾ ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരുന്ന അവിടുത്തെ ദയവിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെയും തിരുവിഷ്ടത്തിന് യോഗ്യമാവണ്ണം ഞങ്ങൾ സമർപ്പിക്കുന്നു, അർപ്പണം ചെയ്യുന്നു. അവിടുത്തെ ഹിതകരമായ നിന്റെ അവിടുത്തെ കരങ്ങളിൽ മെരുങ്ങുന്ന ഉപകരണമാക്കി ഞങ്ങളെ അവിടുന്ന് രൂപപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിലും തിരുനാമം മുഖത്തപ്പെടുത്തണമേ. ഞങ്ങൾ നേരിടുന്ന ഓരോ പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം കർത്താവേ ഒന്നും വ്യർത്ഥമല്ലെന്നും അതിൽ കൂടെയെല്ലാം ഞങ്ങളുടെ ആത്മാവിൽ ഞങ്ങൾ പഠിക്കേണ്ടത്, ഞങ്ങളുടെ ആത്മീയ ജീവിതങ്ങൾ പഠിക്കേണ്ടുന്ന പാഠങ്ങൾ പഠിക്കുവാനും ഗ്രഹിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കും എന്നുള്ളതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. എല്ലാ നന്മകൾക്കായ സ്തുതി, ഇത്രത്തോളം കൊണ്ടുവന്ന എല്ലാ കൃപകൾക്കായ സ്തുതി മുഖത്തോട് മാത്രം എടുക്കാം. പുതുപുത്തൂർ ദൈവത്തിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.